ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് സേമിയ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സ് ആണെന്നാണ് മേടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ പാലിൽ തിളപ്പിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാനിത് നെയ്യിൽ വറുത്തെടുക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്, അതിൻ്റെ അകത്തോട്ട് നെയ്യ് ഒഴിച്ചു. അതിനകത്തോട്ട് ഞാൻ ഈ മിക്സ് ആഡ് ചെയ്യുവാണ്. ഈ മിക്സ് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഷുഗർ ഇത് ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഷുഗർ ഇത് പെട്ടെന്ന് ചൂടാകുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിനൊരു കാരമൽ ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഷുഗറൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്കും ഒരു കാരമൽ ടേസ്റ്റ് നമ്മുടെ പായസത്തിന് കിട്ടും. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാനൊരു കവർ ചവ്വരിയും കൂടി ഇതിൻ്റെ അകത്തോട്ട് അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചവ്വരിയും കൂടി നമ്മൾ ഇതിട്ട് വറുത്തെടുക്കുകയാണ്. നമ്മുടെ ചവ്വരി നമ്മൾ പായസത്തിൽ നേരിട്ട് ഇടാതെ നമ്മൾ വറുത്തിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്ക് അത് ഇങ്ങനെ അല്ലാതെ നമ്മൾ സാധാ പായസം വയ്ക്കുമ്പോഴും അതുപോലെ വറുത്ത് ആഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാലും പശുവിൻ പാലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പശുവിൻ പാൽ ചേർക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാലും പശുവിൻ പാലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി വെന്ത് വരുമ്പോഴത്തേക്കും ഒന്ന് കുറുകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അഡീഷണൽ പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ പാലെല്ലാം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എനിക്ക് പായസത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം സേമിയ പായസമാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പായസമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് സേമിയ പായസം കഴിഞ്ഞാൽ പിന്നെ കടല പായസമാണ് ഇഷ്ടം. അട ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോഴും നമുക്ക് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് കോരി നമ്മുടെ പായസം കണ്ടോ, നമ്മുടെ പായസം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചുകൂടി വെള്ളമോ പാലോ ചേർക്കാം കേട്ടോ. കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ആ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കാരമൽ ടേസ്റ്റോട് കൂടിയുള്ള നമ്മുടെ സേമിയ പായസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക്